പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്തിടെ ധാരാളം കമൻസ് വ്യൂസ് കുറയുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ധാരാളം പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിന് അപ്പോൾ തന്നെ അൽഗോരിതത്തിൽ അപ്ഡേറ്റ്സും ചേഞ്ചസും ഒക്കെ വരുമ്പോഴേക്കും സാധാരണ വ്യൂസൊക്കെ കുറയാറുണ്ട്. പക്ഷേ പലരും കോമൺ ആയിട്ട് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മടി കാരണം വീഡിയോസ് ഇടാനായിട്ട് വയ്യ എന്ന കാരണം പലരും പറഞ്ഞു കേട്ടു. അപ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ട കാര്യം വന്നിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് അതിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ മടിയന്മാരായിട്ട് ഇരിക്കുന്നവർക്ക് യൂട്യൂബ് പറ്റിയ ഒരു പണിയല്ല. എത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വ്യൂസ് വന്നാലും ഇല്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുകയില്ലാതെ യാതൊരു മാർഗവുമില്ല യൂട്യൂബിൽ രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ അതിന് മടിച്ചിരുന്നും ബുദ്ധിമുട്ടും ഉള്ള ആളുകൾക്ക് വന്നിട്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള വർക്കിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക ആയിരിക്കും കൂടുതൽ നല്ലത്. കാരണം മടി പിടിച്ചിട്ട് കുറേ ദിവസം അങ്ങനെ വീഡിയോസ് ഇടാതിരിക്കുക. എപ്പോഴെങ്കിലും ഒരു ദിവസം മൂഡ് വരുമ്പോൾ മടിയില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുക. അങ്ങനെ നമ്മൾക്ക് യൂട്യൂബിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. കാരണം എപ്പോഴും റെഗുലറായിട്ട് വീഡിയോസ് ഇടുകയും നല്ല കണ്ടൻറ്റ് ഷെയർ ചെയ്യാനും ശ്രദ്ധിച്ചാൽ മാത്രമേ യൂട്യൂബ് റെക്കമെൻഡേഷൻസിൽ നമ്മൾക്ക് വ്യൂസും വാച്ച് അവറും ഒക്കെ കൂടുകയുള്ളൂ. കുറേ ദിവസം വീഡിയോസ് ഇട്ടില്ല, പിന്നെ അത് മടി തോന്നി, വ്യൂസ് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് പല കാരണങ്ങളും എക്സ്ക്യൂസസും പറയാൻ സാധിക്കും. പക്ഷേ ആ എക്സ്ക്യൂസൊക്കെ മാറ്റി വെച്ചിട്ട് ഹാർഡായിട്ട് നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുകയും കണ്ടൻറ്റ് നല്ല രീതിയിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ടോപ്പിക്കിൽ വരുന്ന നല്ല നല്ല കണ്ടൻറ്റ്സ് മടി കൂടാതെ ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിലും മാത്രമേ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാത്രവുമല്ല, ഈ പോയ ലാസ്റ്റ് 365 ഡേയ്സ് ആണല്ലോ ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവേഴ്സായിട്ട് യൂട്യൂബ് പബ്ലിക് വാച്ച് അവേഴ്സായിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഓരോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിലും വാച്ച് അവേഴ്സും നല്ല രീതിയിൽ ഡ്രോപ്പ് ആകും. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു വാശിയുടെ പേരിൽ കുറേ വീഡിയോസ് അങ്ങ് അപ്ലോഡ് ചെയ്ത് കുറച്ചൊക്കെ വാച്ച് അവർ കൂടി വരുമ്പോഴായിരിക്കും ഈ മടി കാരണം അത് വേണ്ടാന്ന് വെച്ചിട്ട് കുറേ ദിവസം അതിൻ്റെ ഇതിൽ നോക്കാറേ ഇല്ല, തിരിഞ്ഞു പോലും നോക്കാതെ അത് വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത വർക്കൊക്കെ വെറുതെ വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ലാസ്റ്റ് 365 ഡേയ്സിനെ നോക്കുമ്പോഴേക്കും നിങ്ങൾ കുറേ ദിവസം ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാതിരിക്കുമ്പോഴേക്കും ആവറേജ് ആകുമ്പോഴേക്കും വാച്ച് അവേഴ്സ് വളരെ ഡൗൺ ആയി പോകും. ഇപ്പോൾ പലർക്കും നന്നായിട്ട് കയറിയ വാച്ച് അവേഴ്സൊക്കെ പലരും എന്നോട് പറഞ്ഞു 1000-ന് മുകളിലൊക്കെ ഉണ്ടായിരുന്നവർ അവർ വീഡിയോസൊക്കെ ഇടാതെ മടിച്ചിരുന്നിട്ട് ഇപ്പോൾ 200-ഉം 300-ഉം ഒക്കെ ആയിട്ട് താഴോട്ട് ഇറങ്ങി എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾക്ക് ഈസി ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗവുമില്ല യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ ഡെയിലി ഇതിൽ വർക്ക് ചെയ്യാനും അപ്പോൾ പല പുതിയതായിട്ട് ചാനലുള്ള ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കുറഞ്ഞ വ്യൂസ് ഉണ്ടെങ്കിലും അവർ വന്നിട്ട് അതൊന്നും കണക്കിൽപ്പെടുത്താതെ എന്നും ദിവസവും അവർ മടി കൂടാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. ഇപ്പോൾ വലിയ നിലയിൽ എത്തിയിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ ആദ്യകാലത്തിൽ തന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയ ദിവസം തന്നെ അവർക്ക് ലക്ഷക്കണക്കിന് വ്യൂസൊന്നും കിട്ടിയിട്ടില്ല. അവർക്കും ആദ്യകാലത്തിലൊക്കെ വളരെ കുറഞ്ഞ വ്യൂസും ഒരു 20-ഉം 30-ഉം 50-ഉം വ്യൂസൊക്കെ കിട്ടിയവരാണ് ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എടുത്ത് അങ്ങോട്ട് യൂട്യൂബിലോട്ട് പോസ്റ്റ് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് ഇടിച്ച് തള്ളി കയറി ആളുകൾ നമ്മുടെ വീഡിയോസൊക്കെ കാണൂ എന്നൊക്കെയുള്ള ചിന്തയാണ്. അതൊക്കെ കാണുന്നത് ആരാണ്? സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളൂ. ഈ നമ്മളെപ്പോലെ സാധാരണമായിട്ടുള്ളവർക്കൊക്കെ നമ്മളുടെ കഷ്ടപ്പാടിന് അനുസരിച്ചിട്ടുള്ള രീതിയിലൊക്കെ വ്യൂസൊക്കെ വരികയുള്ളൂ. അപ്പം ആ കാര്യം എല്ലാവരും മനസ്സിൽ കൊണ്ട് നടക്കുക. കാരണം നമ്മൾക്ക് ഈ ഹാർഡ് വർക്ക് ചെയ്യാതെ യാതൊരു രക്ഷയില്ല ഇതിൽ മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ കുറേ കഷ്ടപ്പെട്ടിട്ട് വേണ്ടാന്ന് വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ബുദ്ധിമുട്ടാണെങ്കിൽ ആ തുടക്കത്തിലേ തന്നെ അതിൽ നിന്നും വിട്ടു പോകുന്നതായിരിക്കും. കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ഇപ്പോൾ ധാരാളം പുതിയ ക്രിയേറ്റേഴ്സും എല്ലാവരും യൂട്യൂബിൽ വരുന്ന കാലഘട്ടമായതുകൊണ്ട് അത്രയും കോമ്പറ്റീഷനുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നന്നായിട്ടൊരു വർക്ക് ചെയ്താലേ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കുറച്ചൊന്ന് ഇട്ടു, അപ്പോൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു സീൻ കണ്ടു, അതങ്ങ് ഇത് ചെയ്തിട്ടു, റെക്കോർഡ് ചെയ്തിട്ടു. പിന്നെ ഈ പലരും ഈ പറയുന്നത് പോലെ എവിടെന്നെങ്കിലും കുറേ സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയോ ഫോട്ടോസൊക്കെ ഇട്ടു, അതിന് നല്ലൊരു ഹിറ്റായിട്ടുള്ളൊരു സോങ്ങും കൂടി ഇട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ അതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒട്ടും വരുന്നില്ല. ഇത് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും ഒരുപാട് പേര് ഈ കാര്യങ്ങൾ കണ്ട് കൃത്യതയോടെ മനസ്സിലാക്കുന്നു എന്നുള്ളത് അവരുടെ കമൻസ് എനിക്ക് കാണുമ്പോഴേക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ പലരും വീഡിയോ വന്നിട്ട് ആഴത്തിൽ പോയി മനസ്സിലാക്കാതെ
അവർ പുറത്തുനിന്ന് ഏതോ ഒന്ന് കേട്ടിട്ട് കമൻസ് ഇട്ടിട്ട് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കുറച്ച് പേരുണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എത്ര പറഞ്ഞാലും അവരവരുടെ പഴയ രീതിയിൽ തന്നെയാണ് തുടർന്ന് പോകുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരില്ലെങ്കിലും മോണിറ്റൈസേഷന് പോകുമ്പോൾ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ റിവ്യൂ ചെയ്യുന്ന സമയത്തായിരിക്കും ഇത് കണ്ടുപിടിച്ചിട്ട് ഇറ്റ് ഇസ് ഇൻഎലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു മെയിൽ നിങ്ങൾക്ക് കിട്ടുന്നു. കാരണം അപ്പോൾ അതുവരെയും കഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തത് വെറുതെ ആകും. ഇപ്പോൾ ഒരുപാട് പേര് കുക്കിംഗ് വ്ളോഗ്സ്, അങ്ങനത്തെ ക്രിയേറ്റീവായിട്ടുള്ള ബ്യൂട്ടി ടിപ്സ്, അതുപോലെ ഈ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നവർ, അതിലൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിൽ ഒരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അതൊക്കെ ചെയ്താൽ പോലും കുഴപ്പമില്ല, ഫേസ് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് പേര് ഈ ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല നല്ല സിനിമാക്കാരുടെയും നല്ല നല്ല ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു മ്യൂസിക്കും ഒക്കെ ആഡ് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നവരെല്ലാം ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ സ്വന്തം ഒറിജിനൽ ക്രിയേറ്റിവിറ്റിയാണ് യൂട്യൂബ് നോക്കിക്കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചാനലാണ് യൂട്യൂബിൻ്റെ ആവശ്യം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സ്വയം മാറാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ മടിയില്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്കല്ലാതെ എന്നും ഒരാൾ മോട്ടിവേഷൻ ചെയ്യണം എന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താണ് നമ്മളുടെ ആവശ്യമാണല്ലേ നമ്മൾ യൂട്യൂബിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നന്നായിട്ട് ഗ്രോ ചെയ്യേണ്ടത് എന്നുള്ളത് വീട്ടിലെ വേറെ ഒരാൾക്കോ അല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് അടുത്തൊരാളുടെ ആവശ്യമുള്ളത് നമ്മുടെ സ്വന്തം ആവശ്യമാണെന്നുള്ളത് ആ ഒരു സത്യം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമേ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ സക്സസ്ഫുള്ളായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ തുറന്ന് പറയുന്നത് വന്നിട്ട് ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നത് കണ്ടിട്ട് ഞാൻ പിന്നെയും റിപ്പീറ്റഡായിട്ട് ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ പിന്നെയും അവരുടെയൊക്കെ ചാനലിൽ പോയി നോക്കിയാൽ ഇത് തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ഇരുന്നാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളിനി വീഡിയോസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഈ തുറന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യമൊക്കെ കുറച്ച് വിഷമം തോന്നിയാലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് പിന്നീടൊരു അവസരത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം ഒരു മനസ്സിന് വിഷമം വരുന്നതിനേക്കാൾ ആദ്യമേ കാര്യം മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനിയും ലൈക്ക് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് വീഡിയോ കഴിഞ്ഞിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.